ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. എന്താണ് അതിന്റെ താല്പര്യം? ഒരാശയം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർഷിക്കുന്നു. അല്ലയോ വിശ്വാസികളെ, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമേൽ സ്വലാത്ത് സലാമുകൾ, രക്ഷാകടാക്ഷങ്ങളുടെ പ്രാർത്ഥനകൾ ആശംസയായി അറിയിക്കുകയും ചെയ്യുക. ഈ ഒരു ആശയം ഉൾക്കൊള്ളുന്ന സൂക്തം ശഅബാനിലാണ് അവതരിച്ചത്. ഇവിടെയാണ് ശഅബാൻ എന്റെ മാസമാണ് എന്ന പ്രയോഗത്തിന്റെ താല്പര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നത് ഏറ്റവും പുണ്യമേറിയ ആരാധനയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ആമുഖത്തോടുകൂടി വിശ്വാസി ലോകത്തോട് പറയുന്നത്, നിങ്ങളും നിരന്തരമായി സ്വലാത്തിൽ വ്യാപരിക്കുവാൻ. മറ്റേതൊരു കർമ്മങ്ങൾക്കും ഇങ്ങനെ ഒരു ആമുഖം നൽകിയിട്ടില്ല. ഇത് ഈ വിഷയത്തിന്റെ പ്രാധാന്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും സ്വലാത്ത് വർഷങ്ങൾ കാരുണ്യത്തിന്റെയും ആശംസകളുടെയും അനുഗ്രഹാശിസുകളുടേതുമാണെങ്കിൽ, വിശ്വാസികളായ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നമുക്ക് തന്നെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നിദാനങ്ങളാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ആരെങ്കിലും എനിക്ക് ഒരു സ്വലാത്തു ചൊല്ലിയാൽ അവരുടെ മേൽ അള്ളാഹു 10 അനുഗ്രഹങ്ങൾ നൽകും. വ്യത്യസ്തങ്ങളായ നിവേദനങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ 10 അനുഗ്രഹങ്ങൾ ലഭിക്കുകയും പാപങ്ങൾ പൊറുക്കുകയും സ്ഥാനങ്ങൾ ഉയരുകയും അങ്ങനെ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമേൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും സ്വലാത്തിന് പ്രത്യേകമായ ഇടങ്ങളുണ്ട്. ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ 100 കണക്കിന് സ്വലാത്തുകൾ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ അവൻ ചൊല്ലേണ്ടി വരുന്നു. നിസ്കാരത്തിലും ഭക്ഷണമര്യാദകൾക്കിടയിലും നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളോട് ചേർന്നും പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമേൽ സ്വലാത്തിന്റെ മഹനീയമായ മന്ത്രങ്ങൾ ഉരുവിടേണ്ടതുണ്ട്. നമുക്ക് തിരുസാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണത്. ആരെങ്കിലും എനിക്കുമേൽ സ്വലാത്തു ചൊല്ലിയാൽ നാളെ സ്വർഗത്തിൽ എന്റെ സമീപസ്ഥരായി വരാൻ കഴിയും എന്ന് തിരുനബി തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അനാവശ്യങ്ങളായ മന്ത്രങ്ങളുടെയും ഗാനാസ്വാദനങ്ങളുടെയും സ്നേഹലോകങ്ങളുടെയും നടുവിൽ നിന്ന് ഏറ്റവും വിശുദ്ധമായ സ്നേഹത്തിന്റെ ലോകത്തേക്ക് കടന്നുവരാനുള്ള കവാടമാണ് തിരുനബി തങ്ങൾക്കുമേലുള്ള സ്വലാത്ത്. വിശ്വാസി ലോകത്തിന്റെ ഹൃദയത്തിന്റെ ആനന്ദവും ലോകത്തിന് മുഴുവനും സന്തോഷദായകമായ പുണ്യകർമ്മവുമാണ് സ്വലാത്ത് എന്ന മഹത് കർമ്മം. നമ്മുടെ നിത്യജീവിതത്തെ കൂടുതൽ ധന്യമാക്കാനുള്ള ഈ പുണ്യകർമ്മം രാവിലും പകലിലും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകണം. സ്വലാത്തിന്റെ മാധുര്യം ജീവിതത്തെ മുഴുവനും മധുരതരമാക്കാൻ കഴിയും. നിത്യമായും സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമീപസ്ഥരായ നിരവധി വിശുദ്ധരുടെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. നാളെ സ്വർഗത്തിൽ എന്നോടടുത്തവൻ ഏറ്റവും കൂടുതൽ സ്വലാത്തുകൾ ചെല്ലുന്നവനാണ് എന്ന തിരുസൂക്തത്തിന്റെ പരാമർശം നാം ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. നമുക്കും പ്രവാചകരെ സ്നേഹിക്കാൻ, പുണ്യകർമ്മങ്ങളിലേക്ക് കൂടുതൽ കടന്നു വരാൻ, ജീവിതത്തിന്റെ ആമൂലം സന്തോഷകരമാക്കാൻ ഏറ്റവും കൂടുതലായി സ്വലാത്ത് ചൊല്ലുന്നവരിൽ നമുക്ക് ചേരാം. സ്വലാത്ത് ചൊല്ലണം എന്ന ആഹ്വാനമുള്ള സൂക്തം അവതരിച്ച മാസം അതിനുവേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുക്കാം. നിരവധി സംഭവങ്ങളുടെയും ചരിത്രങ്ങളുടെയും സാക്ഷ്യങ്ങളും ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ടാണ് ശഅബാൻ നമ്മിലേക്ക് വീണ്ടും കടന്നു വരുന്നത്. ശഅബാനിന്റെ ഓരോ രാപ്പകലുകളും
ആരാധനാകർമ്മങ്ങളാൽ നിർഭരമാക്കാനും കൂടുതൽ അള്ളാഹുവിലേക്ക് ചേരാനുമുള്ളതാണ്. അത് മഹനീയമായ ഒരു സ്വാഗത നിർവഹണത്തിന് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ സന്തോഷങ്ങളും. അസ്സലാമു അലൈക്കും.